റോട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കണ സ്ത്രീകളെ ഇങ്ങനെ കണ്ടിട്ടില്ല. സുഖമില്ലാതല്ല, കുഴപ്പമുള്ളവരല്ല, പക്ഷെ ഈ രാത്രി ഇറങ്ങി നടക്കണ ഉണ്ണേ മറ്റേ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കണ കേസാണ്. അതല്ല ചേട്ടാ, എന്തൊരു കഷ്ടം. ഈ നിങ്ങൾ കേട്ടിട്ടില്ലേ രാത്രി ഇറങ്ങി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കണ ഒരു ആവശ്യക്കാർക്ക് നടക്കാം. അങ്ങനെ പോണല്ല അത്. നിങ്ങക്ക് മനസ്സിലാവുള്ളത് ചേട്ടാ പല ടൈപ്പ് ഉണ്ട്. ചേട്ടന് ഏതാ വേണ്ടത്? അതല്ലാതെ സ്ത്രീകള് റോട്ടിൽ കൂടെ പോണണ്ട ഇവിടെ എവിടെയെങ്കിലും വിളിച്ചു നോക്കാറില്ല ചേട്ടനാണ്. അല്ല, സംഭവന്റെ ഭാര്യ തന്നെയാണത്. ആ ഭാര്യ അവള് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടേ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനത്തെ പിന്നെ ഞാൻ പറഞ്ഞതേ മൊയ്തു, എന്റെ സുഹൃത്തുണ്ട് മൊയ്തു പറഞ്ഞിട്ട് ഇങ്ങനെ ഈ രാത്രി ഇറങ്ങി നടക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ പെണ്ണുങ്ങള്. അപ്പൊ ചേട്ടന് വേറെ സെറ്റപ്പ് വേണം. എങ്ങനെ പറയണ പത്രത്തിൽ വായിച്ചില്ല? മനസ്സിലായി. ഇതൊക്കെ എല്ലായിടത്തോളം നമ്മ ദിവസവും കാണണല്ലേ. ആ ഫോണിലൊന്ന് വിളിക്ക്. ഒരാൾക്ക് വിളിച്ചാണ് വിളിക്ക്. നിങ്ങക്ക് സംഭവം മനസ്സിലായി? ഇല്ല, ഞാൻ വിളിച്ചോളാം. നമ്പർ ഉണ്ടല്ലോ. ഇല്ല, ഞാൻ വിളിച്ചോളാം. എന്താ കാണിക്കണേ? എന്താ സത്യേട്ടാ, കഞ്ചാവ് ടീംസ് ആയിരുന്നു ഒരു രണ്ടിനെയും പോലീസ് പിടിച്ച്. എന്തൊക്കെ കേസിലെ പ്രതികളാച്ചിട്ടാ. കൊലപാതകം, പീഡനം, പണം തട്ടിപ്പ്, എല്ലാ കേസിലും ഉണ്ട് ഇവര്. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. പഠിച്ചോൻ കാത്ത ഏടോ, ആണുങ്ങൾക്കേ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതിന്റെ പുറമെ ഇപ്പൊ പെണ്ണുങ്ങളെ രാത്രി കയറി ഉരുവിടല്ലേ. അച്ഛ അങ്ങനെ പറയൊന്നും വേണ്ട. എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഒലക്ക മുണിങ്ങന്മാരി നിൽക്കണ്ടല്ലോ. നിന്നെ അന്വേഷിച്ചിറങ്ങിയതാ ഈ ചക്കനെ കൊല കണ്ടില്ലേ ഇപ്പൊ? അച്ഛനോട് മിണ്ടാതിരിക്കാൻ. ശീതള, ചവയ്ക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞേ. തിന്നാനൊന്നും പറ്റൂല, തിന്നാനൊന്നും പറ്റൂലെന്ന് പറഞ്ഞല്ലേ. വേണമെന്നാണ് തിന്നെ എന്തെങ്കിലും കൊടുക്കണേ ചക്കനെ. അല്ല, ചോറ് കഴിക്കാൻ പാടില്ല. വേണോ ഇപ്പൊ? അതെ, ഭക്ഷണം കഴിക്കാനാ? അമ്പലത്തെ പോവാനോ? ഇതാണോ നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം? അല്ല സത്യേട്ടാ, നമ്മുടെ ലോകത്തെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏതു നേരം സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പകല് പോലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നടക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഉണ്ട്. അതാണ് നമ്മളെ വ്യവസ്ഥിതി. അതായത് സത്യേട്ടാ, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമൂഹവും വ്യവസ്ഥിതി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ സമൂഹത്തിനെയും വ്യവസ്ഥിതിനെയും പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള രാത്രി നടത്തങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഏതൊരാൾക്കും ഏതൊരു നേരത്തും സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സമൂഹം അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവും പോലെയൊക്കെ ചെയ്യാം. അത്രേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ.